നിങ്ങളുടെ പോസിറ്റീവ് എനർജി എപ്പോഴും സെർവ് ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ എപ്പോഴും ഒരുപോലെ നിർത്താൻ വേണ്ടി ഒരു ചെറിയ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ പലചരക്ക് മേടിക്കാൻ പോകുന്ന സ്ഥലം അല്ലെങ്കിൽ പലചരക്ക് മേടിക്കാൻ പോകുന്ന കട, നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എടുക്കാൻ പോകുന്ന കട നിങ്ങളുടെ തൊട്ടടുത്ത കടയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പരദോഷം നടക്കുന്ന അവൻ്റെ അടുത്തുനിന്ന് തന്നെയായിരിക്കും. എല്ലാവരും എല്ലാവരും അങ്ങനെ ആവണം എന്നല്ല, പക്ഷേ ചില ആൾക്കാരെങ്കിലും ഒരു 10% ആൾക്കാരെങ്കിലും അതുപോലുള്ള ആൾക്കാരാണ്. അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്ത സമയത്ത് അവർ നിങ്ങളെപ്പറ്റി പരദൂഷണം പറയും. നിങ്ങളുടെ അടുത്ത് വരുന്ന വേറെ ആൾക്കാരെ പറ്റി, അവരുടെ അടുത്ത് വരുന്ന വേറെ ആൾക്കാരെ പറ്റി നിങ്ങളുടെ അടുത്തും പരദൂഷണം പറയും. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ ബുക്കിൽ എഴുതാൻ പോകുന്ന കടകൾ ഒഴിവാക്കുക. കാരണം ഡെയിലി റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ബുക്ക് വരുന്ന സമയത്താണ് നിങ്ങൾ എപ്പോഴും കൂടുതൽ അവിടെ ഇൻറ്റിമേറ്റ് ആവുന്നതും, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഒരിക്കലും കടം മേടിക്കാതിരിക്കുക ഒരു കടയിൽ നിന്ന്. എപ്പോഴും ജീവിതം സുതാര്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അന്നത്തെ കാര്യങ്ങളാണെങ്കിൽ ഡെയിലി വേജസിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അന്നത്തെ ഡെയിലി ക്യാഷ് കൊടുത്ത് മേടിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് എനർജി ആയിട്ട് ഇരിക്കാൻ പറ്റും. മാക്സിമം നിങ്ങളുടെ സിറ്റികളിൽ പോയി സാധനം മേടിക്കുക. അവിടെ നല്ല വലിയ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കുന്നത്, അവിടെ ഇതുപോലുള്ള സംസാരത്തിനുള്ള സമയമൊന്നും അവർക്ക് കാണത്തില്ല. അവിടെ നിർത്തിയേക്കുന്ന സ്റ്റാഫുകളെല്ലാം കറക്റ്റായിട്ട് മോണിറ്ററൈസ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള നിങ്ങളെ പരദൂഷണം പറയാനോ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊന്നും അവർക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ എപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള കടകൾ ഏറ്റവും പരമനാറിയുടെ കടയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി സാധനം മേടിക്കാതിരിക്കുക.